സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിലും നിരന്തരമായി ചിന്തിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിന്നുകൊണ്ട് ഇന്ന് പൽക്കാലം മറ്റൊരു വിഷയം സംസാരിക്കുവാൻ എൻ്റെ ആത്മാവിൽ പ്രേരണയുള്ളതിനാൽ ഇന്ന് വിശ്വാസം എന്നുള്ള ഒരു വിഷയത്തെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യവും അതേ അധ്യായം 11-ാം വാക്യവും വായിക്കുകയാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതിൻ്റെ 11-ാം വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ നാളുകളിൽ ദൈവം നമുക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, അനുഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ, അത് അനുഗ്രഹത്തിൻ്റെ പടിവാതിൽക്കലാണ് പലപ്പോഴും എത്തി നിൽക്കുന്നതെന്ന് തോന്നുമെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കുന്നവനായിരിക്കണം. വിശ്വസിക്കാതെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടമുള്ളവനായി ഏതവസ്ഥയിലായിരുന്നാലും ഒരത്ഭുതം പ്രാപിപ്പാൻ, ഒരു വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണോ, ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ കടന്നു വന്നിരിക്കുന്നത്, ഒരു വിഷയവുമായി, ഒരു പ്രാർത്ഥനാ ഭാരവുമായി ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ കടന്നു വന്നിരിക്കുന്നത്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, മുട്ടുമേൽ നിൽക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഈ നിമിഷം വിശ്വസിക്കുക, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ സർവശക്തനാണ്. ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവം നമ്മിൽ നിന്നൊരു പ്രവൃത്തി ആഗ്രഹിക്കുന്നു. അത് വിശ്വാസം ഒന്ന് മാത്രമാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതിനോടനുബന്ധിച്ച് എടുത്തു വായിച്ച വാക്യം സാറായുടെ അനുഭവമാണ്. വിശുദ്ധ ബൈബിളിൽ നാം ധാരാളം തവണ ഈ വിഷയത്തെ ആസ്പദമാക്കി കേട്ടിട്ടുള്ളതാണ്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. സാറ ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് നാം തിരിച്ചറിയുന്നത്. സാറ പറഞ്ഞത്, വിശ്വസിച്ചത് ഇങ്ങനെയത്രേ: എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ മാനസികാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ പ്രായം എന്തുമായിക്കൊള്ളട്ടെ, എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ വിശ്വസൻ എന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അബ്രഹാമിനോടും സാറായോടും ഒരുപോലെയാണ് അവരുടെ വാഗ്ദത്തത്തെക്കുറിച്ച് കാത്തിരിപ്പാൻ പറഞ്ഞത്. അബ്രഹാമും സാറയും ഒരുപോലെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരത്ഭുതം നടക്കുകയുള്ളൂ, നടന്നേ മതിയാകുകയുള്ളൂ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. അവൻ 25 വർഷത്തോളം കാത്തിരിക്കേണ്ട വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിനെ ഒരു ദിവസം ദൈവം സന്ദർശിക്കുന്നു. നിനക്ക് അടുത്ത വർഷം ഈ സമയം ഒരു പുത്രനുണ്ടാകുമെന്ന് പറയുന്നു. ഈ സമയം സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. ഉള്ളുകൊണ്ട് ചിരിച്ചപ്പോൾ ദൈവം അതെടുത്ത് പറഞ്ഞു: സാറ ചിരിച്ചതെന്ത്? ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് ഭയന്ന് സാറ പറയുന്നു. എങ്കിലും അവളുടെ ആ സമയത്തെ ഈ മാനസിക നില ഇങ്ങനെയായിരുന്നു: ഞാൻ പ്രായമായ ഒരു സ്ത്രീ, പുത്രോത്പാദന ശേഷി നിന്നിരിക്കുന്നു, ഇനിയും എനിക്കങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ചിന്താഗതിയായിരുന്നു. ആ ചിന്താഗതിയാണ് ദൈവം വാഗ്ദത്തം കൊടുത്തിട്ടും കഴിഞ്ഞ ഏറെ വർഷങ്ങൾ സാറായുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുവാൻ കഴിയാതെ പോയത്. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി: ഞാൻ വാഗ്ദത്തം ചെയ്തതാണ്, അതെനിക്ക് നിവർത്തിച്ചേ മതിയാകുകയുള്ളൂ. ദൈവം വാഗ്ദത്തം ചെയ്തതാണ് എങ്കിലും അത് നടക്കണമെങ്കിൽ ആ വാഗ്ദാനം ആരോടാണോ ആ വ്യക്തി വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. അബ്രഹാം വിശ്വസിച്ചു, എന്നാൽ സാറയിലും ആ വിശ്വാസം കടന്നു വന്നേ മതിയാകുകയുള്ളൂ. സാറ വിശ്വസിക്കാതിരുന്നത് കൊണ്ടാകാം
25 വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ആ അത്ഭുതം നടക്കുവാൻ കഴിയാതെ പോയത്. ആ അത്ഭുതം നടന്നേ മതിയാകൂ എന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ദൈവം അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നേരിട്ടിറങ്ങിച്ചെന്നത്. സാറയുടെ അവിശ്വാസത്തെ ദൈവം സൂചിപ്പിച്ചത്. ആ അവിശ്വാസം മാറി വിശ്വാസമായി പരിണമിച്ചപ്പോൾ അബ്രഹാമിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഒരു കാര്യം വ്യക്തമായി ഓർക്കുക, ഒരത്ഭുതം രണ്ടുപേർക്കും ഒരുപോലെയാണ് നടക്കേണ്ടതെങ്കിൽ രണ്ടുപേരും ഒരുപോലെ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. നീ ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന നീയും ആവശ്യക്കാരനാരോ ആ വ്യക്തിയും ഒരുപോലെ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. രണ്ടുപേരുടെയും വിശ്വാസവും പ്രാർത്ഥനയും ഒന്നായി തീരുമ്പോൾ മാത്രമാണ് അവിടെ അത്ഭുതം നടക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആരാണോ പ്രാർത്ഥനയുടെ ആവശ്യം ഏറ്റെടുക്കേണ്ടത്, രണ്ടുപേരും ഒരുപോലെ വിശ്വസിക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അവരെല്ലാം ഒരുപോലെ വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ അത്ഭുതം നടക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കണമെങ്കിൽ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ചത് ഏറ്റെടുക്കുക, ആ വിശ്വാസത്തിന് പുറത്ത് നടക്കുക. ദൈവത്തിൻ്റെ കരം നിൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകൾ, അനേക വർഷങ്ങൾ അബ്രഹാമിനെയും സാറായെയും പോലെ അത് പക്ഷേ 25 വർഷമാകാം ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത് മാത്രമാണ്, കഴിഞ്ഞ നാളുകളിലെ, കഴിഞ്ഞ ദിവസങ്ങളിലെ, കഴിഞ്ഞ മണിക്കൂറുകളിലെ അവിശ്വാസത്തെ അവൻ ക്ഷമിച്ചിട്ട് ഈ നിമിഷം അത്ഭുതം ചെയ്യുവാൻ അവൻ സർവശക്തനാണ്. എങ്കിൽ ഈ പകൽക്കാലം ഞാൻ ദൈവവചനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പൈതലേ പറയുന്നു, വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും.